നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യ ബിജെപിക്ക് പുതുജീവൻ നൽകുമെന്ന വിലയിരുത്തൽ അത് എതിരാളികൾ പോലും തുറന്ന് സമ്മതിക്കുന്നു. അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യത്തെ എല്ലാ വീടുകളിലും ശ്രീരാമജ്യോതി തെളിയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ഇന്ത്യയുടെ വികസന യാത്രയ്ക്ക് അയോധ്യ ഊർജം നൽകുന്നുവെന്ന പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത മോദി പറഞ്ഞു. അയോധ്യയിൽ റോഡ് ഷോ നടത്തിയ മോദിയെ സ്വീകരിക്കാൻ ശ്രീരാമ ജന്മഭൂമി ബാബറി മസ്ജിദ് കേസിലെ പ്രധാന ഹർജിക്കാരിലൊരാളായ ഇക്ബാൽ അൻസാരിയും ഉണ്ടായിരുന്നു. ശ്രീരാമ ജന്മഭൂമിയിലെ പ്രതിഷ്ഠാ ചടങ്ങിന് അയോധ്യ ഒരുങ്ങി. അയോധ്യയിലെ ക്ഷേത്രം മുഖ്യ വിഷയമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ബിജെപി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിച്ചു. 16 കിലോമീറ്റർ റോഡ് ഷോ നടത്തി. തെരുവുകളിൽ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീരാമ ഭക്തി ഗാനങ്ങൾ, പുഷ്പവൃഷ്ടി. മോദിയെ വരവേൽക്കാൻ മാറിയ അയോധ്യയുടെ അടയാളമായി ഇക്ബാൽ അൻസാരിയും ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും അടക്കം വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് മോദി. ജനുവരി 14 മകരസംക്രാന്തി ദിനം മുതൽ രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ശുചീകരിക്കാൻ മോദിയുടെ ആഹ്വാനം. പ്രതിഷ്ഠാ ദിനം എല്ലാ വീടുകളിലും ദീപം തെളിയിക്കണം. സുരക്ഷാ കാര്യങ്ങൾ കണക്കിലെടുത്ത് പ്രതിഷ്ഠാ ദിനം തന്നെ ക്ഷേത്രത്തിലേക്ക് വരരുത് എന്നും കാത്തിരിക്കണമെന്നും ഭക്തരോട് മോദിയുടെ അഭ്യർത്ഥനയും. ശ്രീരാമൻ രാജ്യത്തിന് ആകെ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ മോദി ശബരിമല തീർത്ഥാടനത്തെയും കേരളത്തിലെ നാലമ്പല തീർത്ഥാടനത്തെയും അയോധ്യ പ്രസംഗത്തിൽ പരാമർശിച്ചു. വാഗ്ദാനം പാലിക്കാൻ ജീവൻ സമർപ്പിക്കുവാനും അഹോരാത്രം പരിശ്രമിക്കുന്നവനാണ് താൻ എന്ന് പറഞ്ഞ മോദി അയോധ്യയിലെ രാമക്ഷേത്രം തന്റെ ഭരണകാലത്ത് യാഥാർത്ഥ്യമാക്കിയതിന്റെ രാഷ്ട്രീയം വരും നാളുകളിൽ ചർച്ചയാകുമെന്ന സന്ദേശം പരോക്ഷമായി നൽകുകയും ചെയ്തു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടു മുൻപ് ക്ഷേത്ര നഗരത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ 11,100 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളവും അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനും 6 വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച KPCC നിർവാഹക സമിതി യോഗത്തിൽ വിലക്കി AICC. 2 വർഷത്തിനു ശേഷം പാർട്ടി നേതൃയോഗത്തിൽ പങ്കെടുത്ത മുൻ പ്രസിഡന്റ് VM സുധീരൻ തുടങ്ങിവച്ച ചർച്ച കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് വിലക്കിയത്. ക്ഷണിച്ചത് പാർട്ടിയെയല്ല നേതാക്കളെയാണെന്നും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും അവർ കർശനമായി വ്യക്തമാക്കി. പറഞ്ഞതിൽ വിശദീകരണവുമായി എഴുന്നേറ്റ VM സുധീരനോട് ഇരിക്കാനും ആവശ്യപ്പെട്ടു. തന്റെ പ്രസംഗം തീർന്നപാടെ സുധീർ യോഗം വിട്ടിറങ്ങുകയും ചെയ്തു. കേരളത്തിന്റെ ചുമതലയേറ്റ ശേഷം ദീപ്ദാസ് മുൻഷി പങ്കെടുത്ത യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. K സുധാകരനും VD സതീശനും നേതൃസ്ഥാനത്തെ എത്തിയ ശേഷം നേതൃത്വവുമായി അകലം പാലിക്കുന്ന VM സുധീരൻ അപ്രതീക്ഷിതമായി യോഗത്തിനെത്തി. AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് സുധീരനെ സ്വീകരിച്ചുവെങ്കിലും ചിലത് പറയാനും അതുപോലെ തന്നെ ചിലത് ഉറപ്പിക്കാനും സുധീരന്റെ വരവ് നടന്നു. പാർട്ടിക്ക് കേരളത്തിൽ ഇപ്പോൾ 2 അല്ല 5 ഗ്രൂപ്പാണെന്ന് പറഞ്ഞുള്ള വിമർശനമായിരുന്നു ആദ്യം. 2016 തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് കാരണം പാർട്ടിയുടെ നയവ്യതിയാനവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയുമാണെന്നും ചൂണ്ടിക്കാട്ടിയ സുധീരൻ അന്ന് താൻ സോണിയാഗാന്ധിക്ക് അയച്ച കത്ത് യോഗത്തിൽ വായിച്ചു. ഇതിനുശേഷമാണ് അയോധ്യ വിഷയത്തിലേക്ക് കടന്നത്.